എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാടിൻ്റെ കാണാമറയത്ത് 7-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഹേമാംബിക മധുരമായൊന്ന് ചിരിച്ചു. എതിരെ ഹൈദരാലി തങ്ങളും മകൻ നവാസും ഇരിപ്പുണ്ട്. ഒരു വശത്ത് അംബിക ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ രവിചന്ദ്രൻ നിൽപ്പുണ്ട്. 3 മാസത്തിനുള്ളിൽ എഗ്രിമെന്റ്. എന്താ അംബികാമേ? ഹൈദരാലി തങ്ങൾ ചോദിച്ചു. ഇതിൽ പറയുന്ന കാലാവധി ഒന്നും വേണ്ടി വരില്ല, ഹേമാംബിക മറുപടി കൊടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന എനിക്കതൊരു അനുഗ്രഹമാ. മടങ്ങിപ്പോകാൻ അത്ര കാലാവധിയേ ഉള്ളൂ. നവാസ് ദുബായിൽ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അത് ചെയ്യാം. സച്ചി ഒന്ന് ഫ്രീ ആയിക്കോട്ടെ. എന്നാ നമുക്കിറങ്ങാം മോനെ. കയ്യിലിരുന്ന എഗ്രിമെന്റിന്റെ കോപ്പി നവാസിന് കൊടുത്തിട്ട് ഹൈദരാലി തങ്ങൾ എഴുന്നേറ്റു. അവരെ യാത്രയാക്കാൻ മാനേജർ രവിചന്ദ്രൻ കൂടെ പോയി. ഇനി അങ്ങോട്ട് ഹേമാംബികയുടേത് ആർക്കും തടയാനാവാത്ത കയറ്റമാണ്. അവർ എഗ്രിമെന്റ് ഓഫീസ് ടേബിളിലേക്ക് ഇട്ടു. മൊബൈൽ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. അലക്ഷ്യമായി ഹേമാംബിക ഫോൺ എടുത്തു. യഗ്നേഷിന്റെ കോളായിരുന്നു അത്. എന്താടാ? ആൻറ്റി, ഒരു വിളിയാണ് വന്നത്. ഹേമാംബിക ചെവി കൂർപ്പിച്ചു. ശാലിനിയുടെ മരണവാർത്ത അവരുടെ കാതിൽ വീണു. എന്താ അങ്ങനെ സംഭവിക്കാൻ? ബ്ലീഡിങ്ങും തൊട്ടു പിന്നാലെ ഉണ്ടായ ഹാർട്ട് അറ്റാക്കുമായിരുന്നു. ഹേമാംബിക കനപ്പിച്ചു മൂളി. സച്ചിയുടെ കാര്യത്തിൽ നിന്റെ ശ്രദ്ധ വേണം. അവൻ ഭ്രാന്തെടുത്ത് എന്തും ചെയ്തെന്ന് വരും. മരിച്ചവർ പോയില്ലേ, ജീവിക്കുന്നവരുടെ കാര്യമാ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുഞ്ഞ് ന്യൂ ബോൺ ICUവിൽ കഴിയട്ടെ. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു പറയുന്നുണ്ട്. മറുവശത്ത് അടക്കി പിടിച്ച കരച്ചിൽ കേട്ടു. നീ അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് കരയരുത്. ധൈര്യം പകർന്നു കൊടുക്കുകയാ വേണ്ടത്. പോസ്റ്റ്മോർട്ടം കഴിയാതെ ബോഡി വിട്ട് കിട്ടില്ല. അതുവരെ സച്ചിയെ അവിടെ നിർത്താതെ വീട്ടിലെത്തിക്കാൻ നോക്ക്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഹേമാംബിക ഫോൺ വെച്ചു. ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയതല്ല. സച്ചിക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്തിട്ട് അവൾ പോയി. അതിനെ വളർത്താനുള്ള യോഗം അവൾക്കായിരുന്നില്ല. ദൈവം അതിന് നിയോഗിച്ചത് ഹേമാംബികയെ. ഇന്ത്യവരത്ത് വേണം അവൻ വളരാനെന്നാണ് ദൈവനിശ്ചയമെങ്കിൽ ആ കുഞ്ഞിനെ സർവേശ്വരൻ സമ്മാനിച്ചത് ഹേമാംബികയ്ക്ക് തന്നെ. അവന്റെ മുഖമൊന്ന് കാണാൻ പോലും ദൈവശിക്ഷ കിട്ടിയ ബാലചന്ദ്രനോ വസുമതിക്കോ യോഗമുണ്ടാകാൻ പോകുന്നില്ല. ഹേമാംബികയുടെ മനസ്സിൽ ചടുലഗതിയിൽ കരുക്കൾ നീങ്ങാൻ തുടങ്ങി. ഹരിചന്ദനത്തിന്റെ മുറ്റത്ത് ബാലചന്ദ്രന്റെ കാർ വന്നു നിന്നതും പൂമുഖത്ത് ഡ്രസ്സ് ചെയ്ത് കാത്തുനിന്ന തീർത്ഥയും കീർത്തനയും സന്തോഷാതിരേകത്താൽ കലപിലയിട്ട് ഓടിച്ചെന്നു. ഉച്ചവരെ കാത്തുനിന്ന മുഷിച്ചിലൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. വിൻഡോ ഗ്ലാസ് താണു. കനപ്പെട്ട മുഖവുമായി ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് യഗ്നേഷ് ആയിരുന്നു. മുത്തച്ഛൻ എവിടെ അങ്കിൾ? തീർത്ഥ ചോദിച്ചു. കേണലങ്കിൾ വണ്ടി തന്ന് എന്നെ വിട്ടു, നിങ്ങൾ കേറ്. അവൻ വേഗം ഗ്ലാസ് ഉയർത്തി. തീർത്ഥയും കീർത്തനയും കളിച്ചിരിയോടെ കാറിന്റെ പിൻസീറ്റിൽ കയറി. അവൻ അവിടെ ഇട്ട് കാർ തിരിച്ചു. ഞങ്ങളുടെ അനിയനെ അങ്കിൾ കണ്ടായിരുന്നോ? കീർത്തന ചോദിച്ചു. കണ്ടു, യഗ്നേഷ് മുഖം തിരിക്കാതെ പറഞ്ഞു. നല്ല രസമായിരിക്കും അവനെ കാണാൻ. ഞാൻ മുത്തശ്ശിയോട് പറയും എൻ്റെ കയ്യിൽ വെച്ചു തരാൻ. നിനക്ക് കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല. അമ്മയെ മാത്രം കുട്ടികൾ അന്വേഷിക്കുന്നില്ലല്ലോ എന്ന് യഗ്നേഷ് വേദനയോടെ ഓർത്തു. അക്കു എന്ന പേര് പോരെ ചേച്ചി? അക്കും കിച്ചു ഒന്നും വേണ്ട, അതൊക്കെ പഴയ വിളിപ്പേരാ. നമുക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കണം. കണ്ണുകൾ നിറഞ്ഞപ്പോൾ യഗ്നേഷിന് റോഡിലെ കാഴ്ചകൾ മറഞ്ഞു. പെങ്ങളെപ്പോലെയല്ല, പെങ്ങളായിരുന്നു ശാലുവേച്ചി. രണ്ടുപേരും പേരിന് വേണ്ടിയുള്ള ആലോചനയിലായി. മനസ്സിൽ വന്ന പേരുകൾ പറഞ്ഞ് തർക്കിച്ചു കൊണ്ടിരുന്നു. നടക്കാവിൽ നിന്ന് കാർ വീട്ടിലേക്കുള്ള റോഡ് തിരിഞ്ഞത് തീർത്ത് ശ്രദ്ധിച്ചു. നമ്മളിപ്പോ എവിടേക്കാ അങ്കിളെ പോണത്? ഇത് വീട്ടിലേക്കുള്ള വഴിയല്ലേ? അവൾ മുന്നോട്ടാഞ്ഞിരുന്നു. അതു പിന്നെ വീട്ടിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഡ്രസ്സാണോ? അവൻ മൂളി. വീടിന്റെ ഗേറ്റ് മലർക്ക തുറന്നു കിടപ്പുണ്ടായിരുന്നു. കാർ മെല്ലെ അകത്തേക്ക് കയറി. 4-5 കാറുകളും 10ഓളം പേരും മുറ്റത്തുണ്ട്. സച്ചിയുടെ ഓഫീസിലെ മാനേജരും സ്റ്റാഫുമായിരുന്നു അവർ. ഡോർ തുറന്ന് തീർത്ഥയും കീർത്തനയും ഇറങ്ങിയതും വീടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടു. അയ്യോ, എന്താ ചേച്ചി? മുത്തശ്ശിയുടെ കരച്ചിലല്ലേ? ആളുകൾ കൂടി കണ്ടപ്പോൾ എന്തോ വലിയ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തീർത്ഥയ്ക്ക് തോന്നി. അവൾ പരിഭ്രാന്തയായി വീടിന് നേരെ ഓടി. പിന്നാലെ കീർത്തനയും. സിറ്റ് ഔട്ട് ഓടിക്കയറി വാതിൽക്കൽ എത്തിയതും
തീർത്ഥ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. അവിടെ നിന്ന സ്ത്രീകൾ സഹതാപത്തോടെ അവരെ നോക്കി. സെറ്റിയിൽ കിടന്ന് അലറിക്കരയുന്ന മുത്തശ്ശിയെ 2-3 സ്ത്രീകൾ പിടിച്ചമർത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. മറ്റൊരു സെറ്റിയിൽ തളർന്ന് മുത്തച്ഛൻ കിടക്കുന്നു. കരയുകയാണ് മുത്തച്ഛൻ. അയ്യോ, എന്താ? തീർത്ഥയും കീർത്തനയും ഓടിച്ചെന്ന് വസുമതിയുടെ മുന്നിലെത്തി. അവരെ കണ്ടതും വസുമതി 2 പേരെയും വലിച്ചടുപ്പിച്ച് അരികിലിരുത്തി ചുറ്റിപ്പിടിച്ച് അലമുറയിട്ടു. എന്റെ മക്കളെ, അയ്യോ! ബാലചന്ദ്രൻ കണ്ണു തുറന്ന് ആ കാഴ്ച കണ്ടു. പോയില്ലേ മക്കളെ, നമ്മുടെ എല്ലാം പോയില്ലേ? അപ്പോഴും തീർത്ഥയ്ക്കും കീർത്തനയ്ക്കും കാര്യം മനസ്സിലായില്ല. അമ്മയില്ലാത്ത കുട്ടികളായില്ലേ നിങ്ങൾ? ഒരിടിമുഴക്കം അവരുടെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ചു. മുത്തശ്ശി, തീർത്ഥ നിലവിളിച്ചു. പോയി മക്കളെ, നിങ്ങളുടെ അമ്മ പോയി. ഞാനിതെങ്ങനെ സഹിക്കും? വേണ്ടാന്ന് അവളോട് പറഞ്ഞതാ. ഞങ്ങൾക്ക് ആരുമില്ലാതായി എൻ്റെ ഈശ്വര. കുട്ടികളെയും കൊണ്ട് വസുമതി സെറ്റിയിലേക്ക് മലർന്നു. ബാലചന്ദ്രൻ വിതുമ്പിക്കരഞ്ഞെഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്താ മുത്തച്ഛ പറ്റിയേ? കീർത്തന വിറയലോടെ ചോദിച്ചു. വാക്കുകൾ കിട്ടാതെ ബാലചന്ദ്രൻ അവർക്ക് മുന്നിൽ നിന്ന് പൊട്ടി. 2 കൈയും നെഞ്ചോടമർത്തി അയാൾ കരഞ്ഞു. പറ മുത്തച്ഛ. തീർത്ഥ കുതറിപ്പടഞ്ഞെഴുന്നേറ്റു. അയാളെ അവൾ പിടിച്ചുലച്ചു. പറയാൻ. നിങ്ങൾക്കിനി അമ്മയില്ല മക്കളെ. അമ്മയെ! തീർത്ഥ അലറി വിളിച്ചു. എവിടെ അമ്മ? എവിടെ ഞങ്ങളുടെ അമ്മ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഭ്രാന്തു പിടിച്ചലറിക്കരഞ്ഞ തീർത്ഥയെ അയാൾ അടക്കി പിടിച്ചു. അനിയനെയും കൊണ്ടുവരാൻ പോയ എൻ്റെ അമ്മ എവിടെ? അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പറ മുത്തച്ഛ. അവളുടെ മുഖം പിടിച്ച് അയാളും കരഞ്ഞു. അനിയനെ തന്നിട്ട് അവൾ ഈ ലോകം വിട്ടുപോയി മോളെ. ഇനി എൻ്റെ മക്കൾക്ക് അമ്മയില്ല. കണ്ണുകൾ കൂമ്പി അടഞ്ഞ് വീഴാൻ പോയ തീർത്ഥയെ അയാൾ താങ്ങിപ്പിടിച്ചു. കീർത്തന ഉച്ചത്തിൽ നിലവിളിച്ചു. സച്ചിദാനന്ദൻ കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കോറിഡോറിൽ ഏതാനും പേർ ഉണ്ടായിരുന്നു. ആർക്കും സച്ചിദാനന്ദന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള മനഃശക്തി ഉണ്ടായിരുന്നില്ല. യജ്ഞേഷും ഒരു ചെറുപ്പക്കാരനും ധൃതിയിൽ സച്ചിദാനന്ദന്റെ അടുത്തേക്ക് വന്നു. സച്ചിയേട്ടാ. യജ്ഞേഷ് അയാളുടെ ചുമലിൽ കൈവച്ചു. സച്ചിദാനന്ദൻ കണ്ണു തുറന്നു. അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോകാം സച്ചിയേട്ടാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കിട്ടി. സച്ചിദാനന്ദൻ എഴുന്നേറ്റു. നിങ്ങൾക്കതൊരു ബോഡി, എനിക്കെൻ്റെ എല്ലാം. അയാൾ കരഞ്ഞുപോയി. സച്ചിയേട്ടാ, വേദനയോടെ യജ്ഞേഷ് വിളിച്ചു. സച്ചിദാനന്ദൻ നടന്നു തുടങ്ങിയപ്പോൾ കാലടികൾ ഇടറി. യജ്ഞേഷ് അയാളെ പിടിച്ചു നടത്തി. മോർച്ചറിക്ക് മുന്നിൽ കിടന്ന ആംബുലൻസിൽ ശാലിനിയുടെ ചേതനയേറ്റ ശരീരം കയറ്റുന്നത് കണ്ടുകൊണ്ടാണ് അവർ താഴേക്ക് വന്നത്. കണ്ണുകളടച്ച് അയാൾ മലർന്നതും യജ്ഞേഷ് ബലമായി പിടിച്ചു. സച്ചിയേട്ടൻ കാറിൽ പൊയ്ക്കോ, ഞാൻ ആംബുലൻസിൽ വരാം, യജ്ഞേഷ് പറഞ്ഞു. സച്ചിദാനന്ദൻ അത് കേൾക്കാത്ത മട്ടിൽ ചെന്ന് ആംബുലൻസിൽ കയറി. പിന്നാലെ ചെന്ന യജ്ഞേഷിനെ അയാൾ അവിടെ നിന്ന് വിലക്കി. ആരും വേണ്ട, ഞാനും എൻ്റെ ശാലിനിയും മതി. ആംബുലൻസിന്റെ വാതിലടഞ്ഞു. കണ്ണാടിക്കൂട്ടിലായിരുന്നു ശാലിനിയെ കിടത്തിയിരുന്നത്. ശാലിനിയുടെ മുഖത്ത് നോക്കി അയാൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു. പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലായി. നീ എന്നെ തനിച്ചാക്കി പോയല്ലോ മോളെ. സ്വാർത്ഥനായി പോയി ഞാൻ. ദൈവം എന്നെ ചതിച്ചു. അയാൾ ചില്ലുപെട്ടിയിലേക്ക് വീണ് കരഞ്ഞു. ശാലിനിക്ക് മുകളിൽ അയാളുടെ കണ്ണീർ കണങ്ങൾ ചില്ലുപാളിയിൽ ഉറഞ്ഞു നിന്നു. സച്ചിയേട്ടാ എന്ന വിളി മാത്രം ഉണ്ടായില്ല. എനിക്ക് നിന്നെ മാത്രം മതിയായിരുന്നു, നിന്നെ മാത്രം. ആംബുലൻസ് വീടിന് മുന്നിലെത്തുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ആരും ഒന്നും ശബ്ദിക്കുന്നില്ല. ശോകമൂകമായ അന്തരീക്ഷം. സച്ചിദാനന്ദനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചിറക്കി അകത്തേക്ക് കൊണ്ടുപോയി. പിന്നാലെ ശാലിനിയുടെ ഭൗതിക ശരീരം വീടിന്റെ പടി കയറി. ഹാളിന് നടുവിൽ അവളെ എടുത്തു കിടത്തി. നിലവിളിയും കൂട്ടക്കരച്ചിലും ഉയർന്നു. മുറ്റത്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഹേമാംബികയുടെ കാർ പോർച്ചിലേക്ക് വന്നു നിന്നു. എല്ലാ കണ്ണുകളും ഹേമാംബികയിലായിരുന്നു. സ്പെക്സ് വിരൽ കൊണ്ട് അമർത്തിവെച്ച് അവർ സിറ്റൗട്ടിൽ കയറിയപ്പോൾ ആളുകൾ വഴിയൊഴിഞ്ഞു. ഹേമാംബിക ഹാളിൽ പ്രവേശിച്ചു. ശാലിനിയുടെ ദേഹത്ത് ചുറ്റിപ്പിടിച്ച് തീർത്ഥയും കീർത്തനയും നിലവിളിച്ച് കരയുകയാണ്. അല്പനിമിഷം അവർ അങ്ങനെ നിന്നു. യജ്ഞേഷ് അടുത്തു വന്നു. സച്ചി എവിടെ? അവർ പതുക്കെ ചോദിച്ചു. സച്ചിയേട്ടൻ റൂമിലാ. അങ്ങോട്ട് നടക്ക്. ഹാളിൽ തിങ്ങി നിറഞ്ഞ ആളുകളെ കടന്ന് യജ്ഞേഷിന്റെ പിന്നാലെ ഹേമാംബിക മുറിയിലെത്തി. ചാരുകസേരയിൽ കുഴഞ്ഞു കിടക്കുകയാണ് സച്ചിദാനന്ദൻ. ജീവനുണ്ടോയെന്ന് പോലും സംശയം തോന്നി. ഹേമാംബിക അരികിലായി ബെഡിലിരുന്നു. മോനെ സച്ചി. ഹേമാംബിക മകനെ സ്പർശിച്ചു. അയാൾ കണ്ണു തുറന്നു. അമ്മയെ കണ്ടതും വിതുമ്പി.
എന്തിനായിരുന്നു നമ്മളെല്ലാം അവളെ അതിന് നിർബന്ധിച്ചത്? അവളുടെ ജീവൻ പകരം കൊടുത്ത് ഒരു കുഞ്ഞിന് വേണ്ടിയോ? നീ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞതല്ലേ. തലേ ദിവസം അതിന് തീരുമാനമെടുത്തവൾ പിറ്റേന്ന് മനസ്സുമാറാൻ എന്താ കാരണം? വിധി അതായിരുന്നു. ആരുടെ ഒരു സാന്ത്വനവും അയാളുടെ മനസ്സിലെ തീ അണയ്ക്കാൻ പോകുന്നതായിരുന്നില്ല. അയാൾ കണ്ണുകളടച്ച് കസേരയിലേക്ക് ചാരി. നമ്മൾ തീരുമാനിക്കുന്നതും ഇച്ഛിക്കുന്നതും പോലെയല്ല ജീവിതം. അവൾക്ക് 35 വയസ്സുവരെയേ ദൈവം ആയുസ് കൽപ്പിച്ചിരുന്നുള്ളൂ. 43 വയസ്സുള്ളപ്പോഴാ അമ്മ വിധവയായത്. ഞാനത് സഹിച്ചില്ലേ? എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നു. കുറച്ചു നേരം ഹേമാംബിക നിശബ്ദയായിരുന്നു. ഹാളിലെ കരച്ചിൽ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. സച്ചിദാനന്ദനെ കാണാൻ MLAയും സംഘവും മുറിയിലേക്ക് വന്നപ്പോൾ അവരെ ഒന്ന് നോക്കിയിട്ട് ഹേമാംബിക പുറത്തേക്ക് പോയി. ഹാളിലെ സെറ്റിയിൽ ഹേമാംബിക ഇരുന്നു. സമയം സന്ധ്യ പിന്നിട്ട് രാത്രിയിലേക്ക് ചേക്കേറുമ്പോഴും ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നവരുടെ തിരക്കു തീർന്നില്ല. ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. രാത്രി 11 മണിയോടെ ശാലിനിയുടെ ആത്മാവില്ലാത്ത ദേഹം അഗ്നി ഏറ്റുവാങ്ങിയതോടെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് അവൾ അലിഞ്ഞു. ചിത കെട്ടടങ്ങുന്നതിന് മുമ്പേ ഹേമാംബിക പോയി. ആൾക്കൂട്ടവും ഒഴിയാൻ തുടങ്ങി. മുറിക്കുള്ളിൽ വസുമതിയെ ചുറ്റിപ്പിടിച്ച് തീർത്ഥയും കീർത്തനയും കരഞ്ഞു തളർന്നു കിടന്നു. സിറ്റൗട്ടിൽ കസേരയിൽ ബാലചന്ദ്രനും. 2 പെൺമക്കളെ ദൈവം ഒന്നിച്ചു തന്നു. എന്നിട്ട് അതിലൊരു കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും തരാതെ തിരിച്ചു വാങ്ങി പരിഹസിച്ചു. ഇപ്പോഴിതാ യൗവനത്തിൽ അടുത്ത മകളെയും. ചിതയിൽ മകൾ എരിഞ്ഞടങ്ങി. അച്ഛനെന്നും അമ്മയെന്നും വിളിക്കാൻ ആരുമില്ലാത്തവരാ താനും വസുമതിയും. മകളെന്ന സന്തോഷവും സ്വപ്നങ്ങളും പൊലിഞ്ഞുപോയി. ഇനി എന്തു ജീവിതം? മക്കളുടെ മരണം കാണാനിടവരാതെ കടന്നു പോകുന്ന മാതാപിതാക്കളാണ് ഏറ്റവും സുഹൃതം ചെയ്തവർ. ഭൂമിയിൽ ഭാഗ്യം ചെയ്തത് അവരാണ്. ശിലപൊട്ടി ഒഴുകുന്ന നീർച്ചാൽ പോലെ മരവിച്ച അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ കവിളിലൂടെ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. രാവിലെ 11 മണിയോടെ ഹേമാംബിക ഡോക്ടർ കാവേരിയെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. അന്ന് കാവേരിക്ക് OP ഉണ്ടായിരുന്നില്ലെങ്കിലും ഹേമാംബിക വരുന്നതറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയതായിരുന്നു. കനത്ത ദുഃഖത്തിലായിരുന്നു കാവേരി. വിവരങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ കാവേരിയുടെ കണ്ണുകൾ നനഞ്ഞു. ഞങ്ങൾ എന്തു ചെയ്യാനാ അംബികാമ്മേ? സഡൻ അറ്റാക്ക് ആയിരുന്നു. മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകണമോ എന്ന് സച്ചി ചോദിച്ചതാ. സച്ചിയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധയും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ കണ്ടു നിൽക്കാനേ കഴിയൂ. ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം കഴിഞ്ഞത്. ഹേമാംബിക അത് ശരിവച്ചു. ഒരു സാഹസമായി പോയി ശാലിനിയുടേത്. ആദ്യം കുഞ്ഞിനെ വേണ്ട എന്നൊരു തീരുമാനമുണ്ടായിരുന്നെങ്കിലും നമ്മൾ തന്നെ അത് മാറ്റി. സച്ചിയുടെ നിർബന്ധമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു മറുപടി. ആൺകുഞ്ഞാണെന്ന വിശ്വാസം എങ്ങനെയോ അവളുടെ മനസ്സിൽ ഉറച്ചുപോയി. ഇനി നമ്മൾ അതേപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യം എങ്ങനെ? എനിക്ക് അവനെ ഒന്ന് കാണണം. അതിനെന്താ അംബികാമ്മ വരൂ, കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഹേമാംബികയ്ക്ക് അത് കേട്ടാൽ മതിയായിരുന്നു. ഡോക്ടർ കാവേരി അവരെ ന്യൂബോൺ ICUവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെ ഹാളിൽ ഇരുത്തിയിട്ട് അകത്തുപോയി കുഞ്ഞുമായി വന്നു. കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങുമ്പോൾ ഹേമാംബികയുടെ ഹൃദയം തുടിച്ചു. ഉണർന്നിരിക്കുകയായിരുന്നു കുഞ്ഞ്. നോട്ടം തൻ്റെ മുഖത്താണെന്ന് അവർ കണ്ടു. മോനെ. ആ കാലുകൾ പിടിച്ച് ഹേമാംബിക മൃദുവായി ചുംബിച്ചു. കാലുകൾ പിടിച്ചു വച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാവണം കുഞ്ഞ് കാലുകൾ വലിച്ച് ഹേമാംബികയുടെ മുഖത്തൊരു തൊഴി കൊടുത്തു. ഹേമാംബിക ചിരിച്ചു. കുസൃതിക്കാരൻ തന്നെ. 2 ദിവസം പ്രായം. അത്ഭുതങ്ങൾ പലതും അവൻ കാട്ടും. ദൈവാംശമുള്ളവനാ. ഹേമാംബിക ആത്മഗതം ചെയ്തു. ശാലിനിയുടെ ചടങ്ങുകൾ കഴിയാതെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സിസ്റ്ററോട് സംസാരിച്ചു നിന്ന കാവേരി അങ്ങോട്ട് വന്നു. 16 കഴിയുന്നതുവരെ കുഞ്ഞ് നഴ്സറിയിൽ കഴിയട്ടെ. ദിവസവും ഞാൻ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചോളാം. അത് കഴിഞ്ഞ് അവനെ ഞാൻ എൻ്റെ തറവാട്ടിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സച്ചിയും അങ്ങോട്ട് വന്നോട്ടെ. അവനെ ഈ ഷോക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. കാവേരി കേട്ടു നിന്നതേയുള്ളൂ. അല്ലെങ്കിൽ തന്നെ സച്ചി എങ്ങനെ അമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കാനാ? അത് ശരിയായ തീരുമാനമാ. കാവേരി അനുകൂലിച്ചു. അമ്മ മരിച്ച നിലയ്ക്ക് ഇനി കുഞ്ഞിൽ അവകാശം അച്ഛനാ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശാലിനിയുടെ ബന്ധുക്കൾ വന്നാൽ അവരുടെ മുന്നിൽ കുഞ്ഞിനെ പ്രദർശിപ്പിക്കരുത്. ഡോക്ടർ അതിന് ഉറപ്പു തരുന്നെങ്കിൽ മാത്രമേ ഞാൻ കുഞ്ഞിനെ ഇവിടെ വയ്ക്കുന്നുള്ളൂ. ബാലചന്ദ്രനും വസുമതിയും വന്നാൽ എന്നോട് അനുവാദം ചോദിക്കാൻ പറയണം. കാവേരി തലയാട്ടി. ഹേമാംബിക അതിരറ്റ വാത്സല്യത്തോടെ കുഞ്ഞിനെ നോക്കി.
അവൻ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. അച്ചമ്മ നാളെ വരാം കേട്ടോ. ചുരുട്ടിപ്പിടിച്ച കുഞ്ഞിന്റെ കയ്യിൽ അവർ പിടിച്ചു. ബിന്ദു, കാവേരി വിളിച്ചു. ടേബിളിന് മുന്നിലിരുന്ന നഴ്സ് എഴുന്നേറ്റ് വന്നു. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോ. നഴ്സ് കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് പോയി. അവനൊരു തുമ്മൽ വന്നാൽ കൂടി എന്നെ അറിയിക്കണം. ഞാൻ പുറത്താണെന്നേയുള്ളൂ. എൻ്റെ ജീവൻ ഇവിടെയാ. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞിട്ട് ഹേമാംബിക അവിടെ നിന്ന് പോയി. കാവേരി ദീർഘമായൊന്ന് നിശ്വസിച്ചു. മകനുണ്ടായ ജീവിത നഷ്ടം അവരെ തൊട്ടു തീണ്ടിയിട്ടില്ല. അവർക്ക് വേണ്ടത് ഒരു ആൺകുഞ്ഞായിരുന്നു. ഒരിക്കലും ഈ ആഘാതത്തിൽ നിന്ന് സച്ചിക്ക് മോചനമുണ്ടാവില്ല. ശാലിനിയുടെ മുഖം കാവേരിയുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു. ക്ഷതമേറ്റ ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. എത്ര രാവും എത്ര പകലും പിന്നിട്ടെന്നൊന്നും സച്ചിദാനന്ദൻ അറിയില്ലായിരുന്നു. ആരെ കാണാനും അയാൾ കൂട്ടാക്കിയില്ല. വിദേശത്തും കേരളത്തിന് പുറത്തുമുള്ള ബാലചന്ദ്രന്റെയും വസുമതിയുടെയും ബന്ധുജനങ്ങൾ വന്നും പൊയ്ക്കൊണ്ടുമിരുന്നു. കുഞ്ഞ് ഹോസ്പിറ്റലിലെ നഴ്സറിയിലാണെന്ന് അവർ അറിഞ്ഞു. ദിവസവും വന്ന് മുഖം കാണിച്ചു പോയ ഹേമാംബിക പിന്നീട് വരവ് 2-3 ദിവസങ്ങൾ കൂടുമ്പോഴാക്കി. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ഹേമാംബിക എല്ലാവരോടുമായി തൻ്റെ തീരുമാനം അറിയിച്ചു. കുഞ്ഞിനെ ഇനി ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാളിൽ സച്ചിദാനന്ദൻ ഒഴികെ ബാലചന്ദ്രനും വസുമതിയും തീർത്ഥയും കീർത്തനയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് കൊണ്ടുവന്നാൽ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലെന്നറിയാമല്ലോ. ശമ്പളം വാങ്ങുന്ന ഒരു ആയ വളർത്തേണ്ടതല്ല ഞങ്ങളുടെ കുഞ്ഞ്. അമ്മയില്ലെന്ന കുറവ് അറിയാതെ വേണം അവനെ വളർത്താൻ. കുഞ്ഞിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സങ്കടത്തോടെ തീർത്ഥ വസുമതിയെ നോക്കി. സച്ചിയും ഇനി ജീവിക്കുന്നത് ഇന്ദീവരത്തിൽ മതി. ഈ വീട് അടച്ചിടുന്നതാണ് നല്ലത്. പെൺമക്കളുടെ കാര്യം ഹേമാംബിക വിട്ടുകളഞ്ഞു. തീർത്ഥയെയും കീർത്തനെയും ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം, വസുമതി പറഞ്ഞു. ആ, അതുതന്നെയാണ് നല്ല തീരുമാനം. ഹേമാംബികയുടെ പ്രതികരണം അതായിരുന്നു. അടുത്ത നിമിഷം കരഞ്ഞുകൊണ്ട് തീർത്ഥ മുറിയിലേക്ക് ഓടി. തൊട്ടുപിറകെ കീർത്തനയും ഓടിപ്പോയി. ഹേമാംബിക പിന്നെ അവിടെ നിന്നില്ല. നമ്മുടെ എല്ലാം പോയി, ഇനി എന്തിനിവിടെ നിൽക്കണം? കുട്ടികളെയും കൂട്ടി ഇറങ്ങാൻ നോക്ക്, ബാലചന്ദ്രൻ പറഞ്ഞു. വസുമതി മുറിയിൽ ചെന്നപ്പോൾ കട്ടിലിൽ ചുരുണ്ട് കിടന്ന് തീർത്ഥ കരയുന്നതാണ് കണ്ടത്. തലയ്ക്കൽ കീർത്തന ഇരിക്കുന്നു. എഴുന്നേക്ക് മക്കളെ, നിങ്ങളുടേതായിട്ടുള്ളതെല്ലാം എടുത്തോ, നമുക്ക് വീട്ടിലേക്ക് പോകാം. തീർത്ഥ പിടഞ്ഞെഴുന്നേറ്റു. ഞങ്ങൾ വരില്ല മുത്തശ്ശി, ഞങ്ങൾക്ക് അനിയന്റെ കൂടെ കഴിഞ്ഞാൽ മതി. ഒരിടത്തേക്ക് ഞങ്ങൾ വരില്ല. തീർത്ഥ ശാഠ്യം പിടിച്ച് കരഞ്ഞു. വസുമതിക്ക് നിയന്ത്രണം വിട്ടുപോയി. അനിയൻ വരാൻ പോകുന്നത് ഇന്ദീവരത്തിലേക്കാ, അല്ലാതെ ഇങ്ങോട്ടല്ല. അവർ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ അച്ഛനെയും ഹേമാംബിക അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെണ്ണായി പിറന്ന നിങ്ങളെ അവർക്ക് വേണ്ട. വേണമായിരുന്നെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരു വാക്ക് പറയില്ലേ? അവരുടെ മനസ്സറിഞ്ഞു തന്നെയാ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞത്. അവർ അതിന് പറഞ്ഞ മറുപടി രണ്ടുപേരും കേട്ടതല്ലേ? ഇത്രയും ദിവസങ്ങൾ കടന്നു പോയിട്ടും നിങ്ങളുടെ അടുത്ത് വരാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ സ്ത്രീ വന്നോ? ഇനി എന്തും പറഞ്ഞ നിങ്ങൾ വലിഞ്ഞു കയറി അങ്ങോട്ട് പോകുന്നത്? വസുമതിയുടെ നെഞ്ചിലടക്കി വെച്ച വേദനകൾ പൊട്ടി ഒഴുകുകയായിരുന്നു. തീർത്ഥയും കീർത്തനയും സ്തബ്ധരായിരുന്നു. ഒരു കുഞ്ഞു വേണ്ടെന്ന് അവൾ എല്ലാവരോടും കെഞ്ചിയതാ. നിങ്ങളും നിർബന്ധിച്ചിട്ടാ അവൾ അതിന് തയ്യാറായത്. അല്ലെന്ന് പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കൊരു അനിയനെ വേണം. ഇപ്പോ അമ്മ പോയാലും അനിയന്റെ കൂടെ കഴിയണം അല്ലേ? അമ്മയേക്കാൾ വലുത് അനിയന. വസുമതി കിതപ്പടക്കി. അമ്മയുടെ ജീവനെടുത്ത സന്തതിയാ ആ കുഞ്ഞെന്ന് നിങ്ങൾ എന്താ ഇതുവരെ മനസ്സിലാക്കാത്തത്? അമ്മയുടെ ഘാതകൻ അതിന്റെ തല ഭൂമിയിലേക്ക് വന്നപ്പോ അമ്മയുടെ ജീവൻ പോയി. ശക്തമായൊരു നടുക്കത്തിൽ തീർത്ഥയും കീർത്തനയും ആടി ഉലഞ്ഞു. വാതിൽക്കൽ എല്ലാം കേട്ട് ബാലചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു. വസുമതിയെ പിന്തിരിപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. വൈത്തീശ്വരത്തെ താളിയോലയിൽ സച്ചിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ താലി കെട്ടിയ പെണ്ണിന്റെ മരണവും ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തേ അത് മറ്റാരോടും പറഞ്ഞില്ല? സ്തംഭിച്ചിരുന്ന കുട്ടികളെ വസുമതി ചേർത്ത് പിടിച്ച് കരഞ്ഞു. നഷ്ടം നമുക്കാ മക്കളെ, നിങ്ങളത് മനസ്സിലാക്ക്. അവർക്ക് വേണ്ടത് അനന്തരാവകാശിയായ ഒരു ആൺകുഞ്ഞിനെ ആയിരുന്നു, അല്ലാതെ നിങ്ങളെയോ നിങ്ങളുടെ അമ്മയെയോ അല്ല. അവർ ജയിച്ചു, നമ്മൾ തോറ്റുപോയി. എൻ്റെ മോളുടെ ജീവൻ കൊലയ്ക്ക് കൊടുത്ത് അവർക്കൊരാൺകുഞ്ഞിനെ കിട്ടി. വസുമതി പൊട്ടിക്കരഞ്ഞു. അന്തകന ആ കുഞ്ഞ്, അമ്മയുടെ അന്തകൻ. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി കാണാമറയത്ത് അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.